ഭയങ്കരമായ ഒരു മാറ്റം കേരളത്തിൽ 20 സീറ്റ് നമുക്ക് കേരളത്തിലുള്ള 20 സീറ്റാണ്. ചേച്ചി ഒരു കട്ടച്ചായ നമുക്ക് കൊടുക്കി. ഈ പ്രാവശ്യം UDF പിടിച്ചെടുക്കും. അതെ, അത് കാരണങ്ങൾ ഒരുപാടുണ്ട്. പ്രിയമുള്ള നാട്ടുകാരെ, ഒറ്റ മിനിറ്റ്. ചായ കൊടുക്കണേ. പ്രിയമുള്ള നാട്ടുകാരെ, നമ്മളെ വോട്ടർ മൂസന്റെ യാത്ര ഇന്ന് തുടങ്ങുകയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കേരളത്തിന്റെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്താണ്. പത്മനാഭസ്വാമിന്റെ നാട്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇപ്പം നിൽക്കുന്നത് ആറ്റുകാൽ അമ്മേൻ്റെ മണ്ണിലാണ്. ആറ്റുകാലിൽ ഇവിടെ നമ്മുടെ കലേച്ചിൻ്റെ ചായപ്പീടിയൻ്റെ മുന്നിലാണ് നമ്മളെല്ലാവരും കൂടിക്കുന്നത്. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഇവിടെ. ഇവരൊക്കെ ചർച്ചയാണ്. എന്താ ചർച്ച എന്നറിയോ? എലക്ഷനെ പറ്റിയാണ് ചർച്ച. വരാൻ പോണ ഇലക്ഷനെ കുറിച്ച്. ഇവിടെ പൊരിഞ്ഞ പോരാട്ടമാണ് നടക്കുന്നത്. ആരൊക്കെയാണ് കൊലകൊമ്പന്മാരാണ് മത്സരിക്കുന്നത്? ശശി തരൂർ, നമ്മുടെ കുമ്മനം രാജശേഖരേട്ടൻ, ദിവാകരേട്ടൻ, ഇവർ തമ്മിൽ പൊരിഞ്ഞ പോരാട്ടമാണ്. ആര് ഭരിക്കും ആര് ജയിക്കുന്നു തീരുമാനിക്കേണ്ടതാ ഈ വോട്ടർമാരാ. ഇവരെ പൾസറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത്. അപ്പം നമുക്ക് തുടങ്ങാം ചർച്ച. എന്ത് പറയണം? ആര് കൊണ്ടുപോകും ഇവിടെ? ഈ പ്രാവശ്യം നമ്മുടെ കേരളത്തിലെ LDF-ന്റെ സ്ഥാനാർത്ഥികൾ 20 പേരുണ്ട്. 20 പേര് കിടയറ്റ സ്ഥാനാർത്ഥി, ഒന്നിനൊന്നിന് മെച്ചമുള്ള സ്ഥാനാർത്ഥികൾ. 20 സീറ്റും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇവിടെ തൂത്തുവാരും എന്നുള്ളത് പണ്ട് എന്ന് പറഞ്ഞ അതേ തൂത്തുവാരിയിരിക്കുന്ന എന്ത് പറയുന്നു? എന്ത് പറയാനാണ്? ഇവിടെ എല്ലാം കൂടെ ശരിയാക്കി, എല്ലാം കൂടെ ഒരു 10-2 വർഷമായിട്ട് ഇവിടെ ശരിയാക്കി തന്നിരിക്കുകയാണ് എല്ലാ കാര്യങ്ങളും. ഇവിടുത്തെ ഈ മേഖലയിൽ തന്നെ നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും. ശക്തമായിട്ടുള്ള വികസനമാണ് ഇവിടെ NDA സർക്കാർ നടപ്പിലാക്കിയിരിക്കുന്നത്. ആ വികസനം തന്നെയാണ് നമ്മൾ ജനങ്ങളുടെ മുന്നിൽ വെക്കുന്നത്. ആ വികസനത്തിന് അല്ലാതെ രാഷ്ട്രീയത്തിന് അതീതമായി ചിന്തിക്കുന്ന ഒരു ജനത ഉണ്ടായിക്കഴിഞ്ഞു. ആ ജനതയുടെ വികാരം കുമ്മനം രാജശേഖരന് അനുകൂലമായിരിക്കും. അതിന് യാതൊരു മാറ്റവും വേണ്ട. അത് ശക്തമായിട്ട് താമര ഇവിടെ വിരിഞ്ഞിരിക്കും. എന്ത് പറയണേ? ഇവിടെ എന്താ പറയണേ? എന്റെ അഭിപ്രായം അഭിപ്രായം പറയും. 5 വർഷം BJP ഇന്ത്യ ഭരിച്ചു. 5 കൊല്ലം ഭരിച്ചതാണ്. സാധാരണക്കാരന് എന്ത് ഗുണമുണ്ടായി? അതായത് 50,000 മുതൽ 50 ലക്ഷം രൂപ വരെ ബാങ്ക് അക്കൗണ്ടിൽ ഇടുവന്നാണ് ഈ ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റ് അധികാരത്തിൽ വന്നെന്ന് പറഞ്ഞു. ഒരു പൈസ ഏതെങ്കിലും ബാങ്കിൽ ആരെങ്കിലും അക്കൗണ്ടിൽ ഇതുവരെ വന്നിട്ടുണ്ടോ? കഴിഞ്ഞ UPA സർക്കാർ ഇവിടെ ഭരണം നിർത്തിയപ്പോ ഖജനാവ് കാലിയല്ല, വേറും താഴെയാ, സീറോ അല്ല. ഏകദേശം 2,700 ലക്ഷം കോടി രൂപയുടെ കടത്തില. അതിൽ നിന്നാണ് പിടിച്ചു കയറിയത്. നമ്മളെ ഇറാനിലും ഇറാഖിലും ഒക്കെ കൊടുക്കാം, എണ്ണയ്ക്ക് വേണ്ടി കൊടുക്കാനുള്ള ഏകദേശം 2,000 ചില്ലുവാനും കോടി രൂപയാ ഇവിടെ നിന്നും കടം വീട്ടിയത്. 10-16 വർഷമായിട്ട് കടമായിരുന്നു. അതിന്റെ കടങ്ങളൊക്കെ വീട്ടി ഇപ്പം നമ്മൾ ഒന്ന് ബേസിൽ തുടങ്ങി. കഴിഞ്ഞ 10-14 മാസമായിട്ട് ഭാരതം കടക്കണിയിലല്ലാത്ത രീതിയിൽ പൊങ്ങി വരിക. നമ്മളൊന്നും പറയുന്നില്ല. പക്ഷെ കഴിഞ്ഞ 10-40-50 വർഷം ഭാരതം ഭരിച്ചവരുടെ കടങ്ങൾ വീട്ടാനാണ് ആദ്യത്തെ 5 വർഷം നമ്മൾ പ്രയോഗിച്ചത്. അതാണ് ഏറ്റവും വലിയ അതിന് രേഖകളല്ല. ഏത് അഴിമതിയില്ലാത്ത സുസ്ഥിരമായിട്ടുള്ള ഭരണം. എവിടെ അഴിമതി നടന്നു? ഒരു അഴിമതി ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? അല്ലല്ല, അതെ, ഇങ്ങനെ കൃഷിക്കാർ ആത്മഹത്യ ചെയ്തു. അതിനെന്തെങ്കിലും പരിഹാരം വേണ്ടേ? കൃഷിക്കാർ ആത്മഹത്യ ചെയ്യുന്നതിന് പല സാഹചര്യങ്ങളുണ്ട്. കാലാവസ്ഥ ഒരു കാര്യമാണ്. കർഷകർക്ക് തീർച്ചയായിട്ടും വേറൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കാനുള്ളത്, കർഷകരുടെ എന്തുകൊണ്ടാണ് ഇപ്പോൾ ആത്മഹത്യ ഇപ്പൊ കൂടാൻ കാര്യം എന്താണ്? പ്രകൃതി അനുകൂലമായി എല്ലാ കാര്യങ്ങളും സർക്കാർ വാരിക്കൊരു മുദ്രാ ലോണും പല ലോണുകളും കൊടുത്തു. കാർഷികത്തിൽ വിളയെടുപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ടൺ ഉണ്ടായിരുന്ന സ്ഥലത്ത് 1000 ടണ്ണുകൾ ഉണ്ടായി. അതാണ് നിങ്ങളിപ്പോ ഉള്ളി 7-8 രൂപയുള്ള ഉള്ളിക്ക് വില. അത്രയ്ക്ക് പ്രതീക്ഷിക്കാതെ എന്തുകൊണ്ടാണ് കൊടുക്കുന്നത് നമ്മൾ ചിന്തിക്കണം. അമിതമായിട്ടുള്ള വിള, ആ വിള
5 വർഷം രാജ്യം മുഴുക്ക കറങ്ങി പ്ലെയിനില് രാജ്യം മുഴുക്ക കറങ്ങി അയാൾ ആ സീറ്റിലില്ലായിരുന്നു. പാവങ്ങൾക്ക് കൊടുത്തിട്ടില്ല. ചേട്ടൻ ഭയങ്കര വികാരധീനായിട്ട് സംസാരിക്കണേ. ഇവിടെ ആര് കൊണ്ടുപോകും? ഇവിടെ കേരളത്തിൽ LDF ഉണ്ട്. കേരളത്തിലെ ചേട്ടൻ ജയിക്കും. ചിലപ്പോ ജയിച്ചാലോ? അതെന്താ അങ്ങനെ പറഞ്ഞേ? അവർക്ക് വിശ്വാസമില്ല. വാലച്ചട്ടാള് കെട്ടി കിടന്നവർക്കൊക്കെ നല്ല രീതിയിൽ വീടുകൾ വെച്ച് കൊടുത്ത് ആര് ഈ 2 സെന്റ് സ്ഥലം എല്ലാ മക്കൾക്കും കൊടുത്ത് എന്റെ 3 മക്കൾക്ക് തന്ന് എനിക്കും തന്നു. കൗൺസിലർ വന്ന ശേഷമാണ് ഈ കോളനിയിൽ പാവപ്പെട്ട ജനങ്ങൾക്ക് ഈ 2 സെന്റ് മോഹൻ നായര് കൗൺസിലർ അദ്ദേഹം വന്ന ശേഷമാണ് വീണ്ടും ഈ 2 സെന്റ് സ്ഥലം ഈ കോളനിയിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് കൗൺസിലറാണ്. അതിനുശേഷം വന്നത് ബീനാമുരുകൻ. ഈ ബീനാമുരുകനാണ് ഇപ്പം ഈ നിലവാരത്തിന്. അത് ഇടതുപക്ഷ സർക്കാരല്ല, ഈ കോൺഗ്രസ്സുകാരനാണ് പറയുന്നത്. നോക്കണം, സത്യസന്ധമായിട്ട് പറയുന്ന കാര്യമാണ്. ഇങ്ങനെ പറഞ്ഞാൽ എല്ലാവർക്കും പറയാനുള്ള സ്വാതന്ത്ര്യം. ഇങ്ങനെ പറഞ്ഞൊന്നും കേൾക്കൂല. ഇങ്ങനെ ഈ കോളനിയില് ഒരു കാര്യം പറഞ്ഞോട്ടെ ചേച്ചി, ഒരു കാര്യം ഇവിടത്തെ വികസനങ്ങൾ നമുക്ക് ആർക്കും മുൻപൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല. ഇവിടത്തെ 7, 8, 9 വർഷത്തെ മുൻപത്തെ സ്റ്റേജും ഇന്നത്തെ സാഹചര്യം കൂടെ ഇവിടെ ഈ പരിസരം നോക്കുക. ഇവിടെ കഴിഞ്ഞ മോഹനൻ നായർ കഴിഞ്ഞ ടേണില് കോർപ്പറേഷൻ കൗൺസിൽ ജയിച്ച മോഹനൻ നായർ കൊണ്ടുവന്ന വികസനമാണ്. ഇവിടെ ഇരുണ്ട് മൂടിക്കിടന്നു. എനിക്ക് വേറെ ഒന്നും പറയണ്ട. ഇവിടെ കാണുന്ന നിങ്ങൾ കേൾക്കൂ. ഇവിടെ കാണുന്ന ഈ നിമിഷം കഴിഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാർ ലൈറ്റ് ഇട്ടാൽ മാത്രമേ ഇവിടെ വെട്ടം കാണൂ, അല്ലെങ്കിൽ ഒരു മൂടല. ഇപ്പൊ നിങ്ങൾ നോക്കൂ, റിച്ചാർഡ് കേന്ദ്രത്തിന്റെ നോക്ക്, രാജേട്ടൻ ഇവിടെയൊക്കെ വികസനത്തിന്റെ മുൻപന്തിയില്ല. ഇവിടെയുള്ള ആൾക്കാരുടെ ഇവിടെ നിന്ന് ഇവിടെ വരെ പകല് പോലെ വെളിച്ചം ഇരുട്ടിന്റെ ഇവിടെ ചേച്ചി പറയണ ചേച്ചിക്കോ നീ വന്നോ ജനത ഇരുട്ടിന്റെ മറവിൽ നിന്ന് ഒരു കാര്യം കൂടെ
മനസ്സിലാക്കൂ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും കോർപ്പറേഷൻ ഇലക്ഷനുകളിലും ഈ ഏരിയയിൽ നിന്നും കിട്ടുന്ന ഏകദേശം 60-65% വോട്ട് എവിടെയെന്നറിയാം? ബിജെപിയുടെ താമരയ്ക്ക. എന്തുകൊണ്ട്? ജനങ്ങൾക്കറിയാം. ഇവിടെ കിടന്ന് പറയുന്നതല്ല രാഷ്ട്രീയം. ആളുകൾ വേണ്ട ഇവിടെ എന്ത് പറയുന്നത്? ആര് കൊണ്ടുപോകും? 20 മണ്ഡലങ്ങൾ ഞങ്ങൾ ഇടതുപക്ഷം തൂത്തുവാരി. ഉറപ്പാണ്. ഇവിടെ ഈ സ്ഥലം ഇത് ഇവിടെ പട്ടയിലായിരുന്ന ഭൂമിയാണ്. ഈ ഇവിടെ പട്ടയം വാങ്ങിച്ച കെ കരുണാകരന്റെ കാലത്ത് പട്ടയം വാങ്ങിച്ചു കൊടുത്തത്. അത് കഴിഞ്ഞ് കുര്യാത്തി ശശിധരൻ നായരാണ് ഇവിടെ ഈ കാണുന്ന ലൈറ്റും ഈ കാണുന്ന ശശിധരൻ നായരെ കാര്യമൊന്നും ഇവിടെ ആരും പറയണ്ട. ഇന്നും ഇവിടുത്തെ ഓട ശശിധരൻ നായര ആ സ്വതനപക്ഷവാദമാണ്. ആ ഓട മഞ്ഞായി തുടങ്ങാനുള്ള കാര്യം. ഓക്കെ, ശരി. ഇനി അടുത്തൊരു ചോദ്യം ചോദിക്കട്ടെ. ഇപ്പൊ നമുക്ക് പുതിയൊരു വാർത്ത കിട്ടിയത് രാഹുൽ ഗാന്ധി നമ്മുടെ കേരളത്തിൽ വന്ന് മത്സരിക്കാൻ പോകുന്നതാണ്. എന്ത് പറയുന്നു നിങ്ങൾ? കണക്കാക്കും ഞങ്ങൾ 20 പേരിന്റെ കണക്കാക്കും. ഞങ്ങൾക്ക് അത് ദേശീയ നേതാവല്ല. നിങ്ങൾക്കല്ലേ ഉള്ളൂ. സീറ്റ് വാങ്ങി നിങ്ങൾ രാഹുൽ ഗാന്ധിക്കല്ലേ വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പുതിയൊരാള് രാഹുൽ ഗാന്ധി ഇടതുപക്ഷത്തിനോടാണ് ശത്രുവായിട്ടാണ് നിൽക്കുന്നത്. അല്ല ബിജെപിക്ക് എതിർത്തുകൊണ്ടല്ല കേരളത്തിൽ നിൽക്കുന്നത്. ഇടതുപക്ഷത്തിനെയാണ് എതിർക്കുന്നത്. രാഹുൽ ഗാന്ധി അതിനാണ് വന്നത്. അവിടുത്തെ LDF രാഹുൽ ഗാന്ധി ഇവിടെ വന്നിരിക്കുന്നത് BJP എതിർക്കുന്നതെങ്കിൽ അവിടെ പോയി നിൽക്കണം. അവിടെ പോയി നിൽക്കണം. കേരളത്തിലല്ല വന്ന് നിൽക്കുന്നത്. ദേശീയ നേതാവിനെ എവിടെ വേണം നിൽക്കാം. ഇന്ത്യക്കകത്ത് എവിടെ നിൽക്കാനുള്ള അവകാശം വിരോധികളല്ല. ഇവിടുത്തെ കേരളത്തിൽ ആകപ്പാടെ UDF ഒരു മാറ്റം വന്നു. 20 സീറ്റിൽ ആവേശം. രാഹുൽ മാത്രമാണ് ജയദേവൻ പറഞ്ഞ കാര്യങ്ങളോട് അനുകൂലമാണ്. എന്ന് പറഞ്ഞ് ദേശീയ നേതാവിനെ എവിടെ വേണമെങ്കിലും മത്സരിക്കാം. പക്ഷേ 30-35-40 വർഷമായിട്ട് ഒരു കുടുംബം കയ്യേറിക്കൊണ്ടിരുന്ന രാജീവ് ഗാന്ധി മുതൽ സോണിയാഗാന്ധി തൊട്ട് രാഹുൽ ഗാന്ധി വരെ കയ്യേറിക്കൊണ്ടിരുന്ന അമേഠി വികസനത്തിന്റെ പാതയിലായതുകൊണ്ടാണോ അദ്ദേഹം ഓടി ഇവിടെ വന്ന് മത്സരിക്കുന്നത്? വയനാട് അവിടെ നിന്നാ ജയിക്കൂലേ? പിന്നെ എന്തിനാണ്? അല്ല, അമേഠിയിൽ ജയിക്കൂലേ? അത് തന്നെയാണ് ഏറ്റവും വലിയ രാഹുൽ ഗാന്ധി തെക്കേ ഇന്ത്യയിലെ ബിജെപിയുടെ തെരഞ്ഞെടുപ്പ് ഈ നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്ക് ആവേശം പകരണം. താങ്കൾ കേരളത്തിൽ വരണം എന്നുള്ള ഒരു ആവേശ നിർദ്ദേശവും കൊടുത്തതിന്റെ പുറത്താണ് ഈ യുവതലമുറകൾ എന്നും ചായാടി എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രധാനമന്ത്രി പദവിയിൽ വന്നത്. അദ്ദേഹത്തിന് ഇന്ത്യ ഭരിക്കാൻ വേണ്ടിയോ ഇന്ത്യയുടെ ഫയലെടുത്ത് നോക്കാൻ സമയമുണ്ടോ? ലോകരാഷ്ട്രങ്ങള് സ്വന്തം പണമെല്ലാം കൊണ്ട് ചെലവഴിക്കുന്നത് ഇന്ത്യൻ ജനതയുടെ പണമെടുത്താണ് ഇന്ത്യ എന്നുള്ള ലോകരാഷ്ട്രങ്ങളെ കറങ്ങുന്നത്. സ്ഥാനാർത്ഥി ആവശ്യമുണ്ടോ? ആ കണക്ക് നിങ്ങൾക്ക് മനസ്സിലാവും. മൻമോഹൻ സിംഗ് ഭരിച്ചപ്പോ കറങ്ങി നടന്നതും നരേന്ദ്രമോദി കറങ്ങി നടന്നതും തമ്മിലുള്ള വ്യത്യാസം ഇപ്പോ ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലായി. നിങ്ങളെ കണ്ണട തിരിട്ടാക്കുകയാണ്. നിങ്ങൾ കണ്ണട തിരിട്ടായിക്കൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര ഗവൺമെന്റ് ഈ ശരിയാണ്. മോഡി കറങ്ങി ഇന്ത്യൻ പ്രധാനമന്ത്രി എവിടെയായിരുന്നു? കേരള മുഖ്യമന്ത്രി ഈ
ഈ പ്രളയം നടന്നപ്പോ ഇവരൊക്കെ എവിടെയായിരുന്നു? ഗ്യാസിന് വില കൂട്ടിയ ശരിയായി മണ്ണെണ്ണയ്ക്ക് വില കൂട്ടിയില്ലേ? താങ്കളുടെ സർക്കാർ എന്ത് ചെയ്തു? താങ്കളുടെ നയം വ്യക്തമാക്കണം. ബിജെപി സർക്കാർ ബിജെപിക്കാരന് സപ്പോർട്ട് പറയുന്ന വ്യക്തിത്വം വേണം. സപ്പോർട്ട് താങ്കളുടെ വ്യക്തിത്വത്തിൽ നിന്നും സംസാരിക്കണം. കോൺഗ്രസ്സുകാരൻ ബിജെപിക്കാരന് സപ്പോർട്ട് പറയരുത്. വിഴിഞ്ഞം തുറമുഖം ആർക്ക് കൊടുത്തു? അദാനി ഗ്രൂപ്പിനല്ലേ കൊടുത്തത്? ആണല്ലോ. ഇപ്പൊ 5 എയർപോർട്ട് ആർക്ക് കൊടുത്ത്? 5 എയർപോർട്ട് കൊടുത്ത അദാനി ഗ്രൂപ്പിന്. ആര് കൊടുത്ത്? NDA സർക്കാരിന്റെ കീഴിലുള്ളവർക്ക് കൊടുത്താണ്. ആണോ? എയർപോർട്ടൊക്കെ വിറ്റോ? വിറ്റ് അവർക്കാണ് തീരെ കേരളത്തിലെ സർക്കാർ ചോദിച്ച് നമ്മുടെ തിരുവനന്തപുരത്ത് ഇന്ത്യയിലെ ആദ്യത്തെ ഇന്റർനാഷണൽ എയർപോർട്ട് എന്ന് പറയുന്നത് തിരുവനന്തപുരം കേരള സർക്കാരിന്റെ കീഴില് കേരള സർക്കാർ അധീനതയിൽ നമ്മൾ കൊണ്ടുപോകാന്ന് പറഞ്ഞല്ലോ. അത് കൊടുത്തില്ല. ഇവിടുത്തെ കാര്യം എന്താണ്? ജനാധിപത്യം വേണം, പണാധിപത്യം വേണം ഇവിടെ നടക്കുന്നത്. ഈ ഇലക്ഷൻ കഴിയുമ്പോ ഇവിടെ പണാധിപത്യം ജയിക്കുള്ളൂ. എയർപോർട്ടിന്റെ കാര്യം പറയാം. നമ്മളെ ഹോട്ടൽ KTDCയുടെ ITDCയുടെ ലീല ഗ്രൂപ്പ് ഇപ്പൊ ആരാ ഭരിക്കുന്നത്? ഇവിടുത്തെ നമ്മളെ തിരുവിതാംകൂർ ഇവിടുത്തെ ഒരു കൊട്ടാരത്തിന്റെ ഒരു അവകാശം ഗവൺമെന്റ് ഉണ്ടായിരുന്ന കൊട്ടാരം ആരാ എഴുതി കൊടുത്തത്? എങ്ങനെയാണ് ഇവിടെ എല്ലാം? അത് ലേലമാണ്. ആ ലേലത്തിൽ ആർക്ക് വേണമെങ്കിലും പിടിക്കാം. കേരള സർക്കാരിന് താല്പര്യമില്ല. അവർക്ക് താല്പര്യം കണ്ണൂരായിരുന്നു. കണ്ണൂരും സാധിച്ചു കൊടുത്തു. ഈ കേരള സർക്കാർ ഈ നമ്മുടെ മോഡി സർക്കാരിന് കൊടുത്ത ഏത് ഫയലാണ് ഒപ്പിടാതെ പോയത്? നമ്മൾ നോക്കണം. പിണറായി വരെ പറഞ്ഞു ഇത്രയും നല്ല പ്രധാനമന്ത്രിയെ കണ്ടിട്ടില്ല. മൗനി ബാവയല്ല, ആക്ഷൻ ബാവയാണ് പിണറായി. ഒറ്റ മിനിറ്റ്, 2 വോട്ടർമാർ വന്നിട്ടുണ്ട്. വോട്ടർമാരാണ് എന്ത് പറയണോ? ആര് കൊണ്ടുപോകും ഇവിടെ? LDF കൊണ്ടുപോകും. രാഹുൽ ഗാന്ധിക്കും സോണിയയ്ക്കും പ്രിയങ്കയ്ക്കും എതിരെ സംസാരിക്കുന്നു. 10-40 കിലോമീറ്റർ കളിക്കവളെ ചെന്ന് കഴിഞ്ഞാൽ രാജീവ് ഗാന്ധിക്ക് ഇൻകിലാബ് സിന്ദാബാദ്, CPM സിന്ദാബാദ്, രാഹുൽ ഗാന്ധി സിന്ദാബാദ്. ഇതൊരു ഈ പുള്ളി പറഞ്ഞതുപോലെ അതൊരു സൗഹൃദമാണ്. ലാസ്റ്റ് ഘട്ടത്തിന് ഈ പുള്ളി ചെയ്യുന്നത് കൈപ്പത്തിക്ക് വോട്ട് ചെയ്തുകൊണ്ട് ശശി തരൂരിനെ നല്ലൊരു കോൺഗ്രസ് നീ പറയാതെ കേരളത്തിലെ 10 തിരുവനന്തപുരത്ത് 10 ശശി തരൂർ എന്ത് ചെയ്യാൻ പറ്റുമോ? 10 വർഷം ഇവിടെ നിന്ന് MP ശശി തരൂരോട് ഈ തിരുവനന്തപുരം മണ്ഡലത്തിൽ എന്ത് ചെയ്യുന്ന പറയാൻ പറ്റുമോ? എന്ത് വികസനടാ? ഏത് വികസനം? എടുത്തു പറ. ഏത് കൈബേടാ? ഏത് കൈബേ? പാവപ്പെട്ടവന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ട് ശശി തരൂർ? ശശി തരൂർ കൊണ്ടുവന്ന ആര് പറഞ്ഞു? ഒറബറെ സംസ്ഥാനത്തിന്റെ ഉമ്മൻചാണ്ടിയുടെ അത് വേണ്ട. പിണറായി വിജയനും ഈ ഹൈവേ ആര് പറഞ്ഞു? നമ്മൾ സഖ്യമാണെന്ന് പറയുന്നു. നേമത്തെ താമര വിരിഞ്ഞ ചരിത്രം ഇന്നും ജനങ്ങളുടെ മനസ്സിലുണ്ട്. എങ്ങനെ ആ താമര വിരിഞ്ഞു?
താമര വിരിഞ്ഞു എങ്ങനെ വിരിഞ്ഞു അമ്പുചിഹ്നത്തിൽ കോൺഗ്രസ്സുകാർ പറയും താമരയ്ക്ക് പറഞ്ഞു ഇവിടെ പറഞ്ഞു ഇല്ല ഇവിടെ കിടന്ന് ശത്രുഭാവം അപ്പുറത്ത് മിത്രോ ജനങ്ങളെല്ലാം ചിന്തിച്ചോ ഈ കോൺഗ്രസിന്റെയും CPM-ന്റെയും വളരെയധികം ഇരുട്ടത്തുള്ള ഒരു മറ്റേ ബന്ധമുണ്ടല്ലോ അത് തിരിച്ചറിഞ്ഞു. ആ തിരിച്ചറിഞ്ഞ തീർച്ചയായിട്ടും 22-ാം തീയതി രാത്രിയാണ് ആ കളി കളിക്കുന്നത്. രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി പദവിയിലേക്ക് കൊണ്ടുവരാണ്ടത് എന്തെങ്കിലും പറയും എന്തൊക്കെ പറയണം ചേട്ടൻ എന്തോ പറഞ്ഞു വയനാട് DCC പറഞ്ഞിട്ടുണ്ട് അവിടെ ഏത് കുറ്റിച്ചൂല് തിന്നാലും ജയിക്കും. അല്ല ഞാൻ നമ്മൾ എന്തുകൊണ്ടാണ് വയനാട് തെരഞ്ഞെടുപ്പ് അവിടെ കോൺഗ്രസ് അല്ല അവിടെ കോൺഗ്രസ് എന്തിന് രാഹുലിനെ തൃശ്ശൂർ രാഹുൽ വന്നത് കൊണ്ട് എന്തുകൊണ്ട് BJP വയനാട് എന്തുകൊണ്ട് നിൽക്കുന്നു എന്നുള്ള ചർച്ച ചെയ്യണം. അവിടെ ഭൂരിപക്ഷം ആരാണെന്നുള്ള ചർച്ച ചെയ്യണം. അവിടുത്തെ UDF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 85% മുസ്ലിം ലീഗാ. പാണക്കാട് തങ്ങൾ പറയുന്ന വോട്ട് ചെയ്യുന്ന ആ ഒരു സുരക്ഷിത മണ്ഡലമാണ് തേടി പോയിരിക്കുന്നത്. അല്ലാതെ അവിടെ രാഹുൽ ഗാന്ധി ജയിക്കും എന്നുള്ള ഈ മുസ്ലിം ലീഗ് സപ്പോർട്ട് ചെയ്താൽ മാത്രമേ ജയിക്കൂ. അവിടെ കോൺഗ്രസ് പ്രവർത്തകർ കുറവാ. ഇവർ മനസ്സിലാക്കണം. BJP പ്രവർത്തകർ പറയുന്നില്ല. BJP പ്രവർത്തകർ കുറവാ. പക്ഷേ പ്രവർത്തകരും കുറവാ. പക്ഷേ വച്ചടി വെച്ച് BJPക്ക് അവിടെ വോട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിനെക്കാളും മുസ്ലിം ലീഗാണ് തീരുമാനിക്കാൻ ആര് ജയിക്കണമെന്ന്. നിഷേധിക്കുന്നില്ല. അതുപോലെ ഘടകകക്ഷിയാണ് മുസ്ലിം ലീഗ് കുട്ടിയുടെ പ്രസ്ഥാനം. അതുകൊണ്ട് സഹായിക്കേണ്ട ബാധ്യത ആർക്കുണ്ട്? ഇവിടെ സഖ്യം വായിച്ചാട്ടാ ഞങ്ങൾ ആരുമായിട്ട് സഖ്യം ഇവിടെ മുസ്ലിം ജനതയുണ്ട്. ആ മുസ്ലിം ജനതയുടെ ഘടകകക്ഷികളാണ്. ഞങ്ങൾ ആരുമായിട്ട് 5 വർഷം നമ്മളെ തേടി. ഇനി ഒരു 5 വർഷം കൂടെ NDA സർക്കാർ വന്നാൽ തീർച്ചയായിട്ടും ഇതല്ല വികസനം. രാഹുൽ ഗാന്ധി വരുന്നത് യാതൊരുവിധ മാറ്റവും ഉണ്ടാവില്ല. NDAയുടെ 5 വർഷം പറഞ്ഞല്ലേ പറഞ്ഞു. കേരളത്തിലെ അവർക്കൊരു MPC നേടാൻ പറ്റും ചോദിച്ചു ഈ ഇലക്ഷന്. ഒരുപക്ഷെ ഇവിടെ താമര വിരിയും, അല്ലെങ്കിൽ ഇവിടെ ശശി തരൂർ ജയിക്കും, അതല്ലെങ്കിൽ ദിവാകരേട്ടൻ ജയിക്കും. ഏതെങ്കിലും ഒരാൾ ജയിച്ചേ പറ്റൂ. കാത്തിരിക്കാം നമുക്ക്. ഏപ്രിൽ മാസമുണ്ട്, മെയ് മാസം അവസാനമാകുമ്പോഴേക്ക് നമുക്ക് വിവരം അറിയാം. കേരളം ആര് ഭരിക്കും, ഇന്ത്യ ആര് ഭരിക്കും നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ വോട്ടർ മ്യൂസിയം സംഘവും തിരുവനന്തപുരം വിടുകയാണ് അടുത്ത ദിക്കിലേക്ക്. ബൈ.